അപ്പൊ ഷഫിലാൻഡി ഫുൾ ഗ്യാങ് ഒളിച്ചു നോക്കും, ഒളിച്ചൊക്കെ നോക്കുന്ന. അപ്പച്ചി എവിടെ? തനി കോഫി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ നമ്മുടെ ദിയ കൃഷ്ണയുടെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ദിയ കൃഷ്ണ വീഡിയോ ഇട്ടിരിക്കുന്ന അറ്റവും മൂലയൊക്കെ എടുത്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയ്ക്കെതിരെ ഒരുപാട് വന്നിരിക്കുകയാണ്, നെഗറ്റീവ് കമൻസ് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അവർ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ആൾക്കാരാണ് അവർ, പ്രത്യേകിച്ച് അവർ ആ കുടുംബം. അപ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം, അതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. അപ്പോൾ ഇവർ അത് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല അതല്ല സോറി. അങ്ങനെ അവർ ആണെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഇടുന്ന നെയ്റ്റ് ഡ്രസ്സ് പോലത്തെ ഡ്രസ്സ് ഉണ്ട്, അങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ദിയയുടെ ചേച്ചിയും അതുപോലെ തന്നെ അനിയത്തിമാരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് എല്ലാവരും ഇത് വന്നിരിക്കുന്നത്, നെഗറ്റീവ് കമൻസൊക്കെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ നന്നായിട്ട് സൽക്കരിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അവരാണെങ്കിൽ അതല്ല ചെയ്തിരിക്കുന്നത്, വെറും ചായയും ഉഴുന്നുവട പരിപ്പുവട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വരവേറ്റിരിക്കുന്നത്. അപ്പോൾ അത് ചെറുക്കൻ വീട്ടുകാരെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ കമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഒരു വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സാണ് ഇടേണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കുറച്ചുകൂടെ കണ്ടിട്ട് വരാം കേട്ടോ. തെറ്റുണ്ട്, അത് വെച്ച് ഞാനും ജീവിക്കും, നിങ്ങളും അങ്ങനെ തന്നെ ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ട്. വേറെ ചിലവർ പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ഹണിമൂൺ കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മലയാളം സിനിമ ആയിക്കോട്ടെ, ഒരു മലയാളം സിനിമ എടുത്താൽ അതിനകത്ത് പോലും ലിവിങ് ടുഗദർ കോൺസെപ്റ്റ് കാണിക്കുന്നു. അഫ്കോഴ്സ് ഞാനും അച്ഛൻ ലിവിങ് ടുഗദറില്ല, ഞാൻ എൻ്റെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലാണ്. ബട്ട് ലിവിങ് ടുഗദർ കോൺസെപ്റ്റിന് പോലും ഏതൊരു നടൻ അഭിനയിച്ചാലും അത് കൈയടിച്ച് പാസ്സാക്കുന്ന മലയാളികളാണ് ഈ വന്ന് കണ്ടിരുന്നത്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്താണ് ജീവിക്കുന്നത്? ഒരാണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് അവർ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇറ്റ്സ് കോൾഡ് ഡേറ്റിംഗ്, ദ ഫേസ് ഓഫ് ഡേറ്റിംഗ് റിലേഷൻഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയുന്നു. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുന്നതിന് മുന്നേ അയാൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഡെയിലി ബേസിസിൽ അറിയണമല്ലോ നമുക്ക്. അല്ലാതെ അയാളെ പറ്റി ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ കെട്ടി അയാളുടെ പോകും, അതൊക്കെ ഐ എം റിയലി സോറി. വളരെ മോശം ചിന്താഗതിയാണ് നിങ്ങളുടെയൊക്കെ, വളരെ എന്താ പറയുക, പഴയകാല ചിന്താഗതിയാണ്. ആരോടൊന്നും എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ പറഞ്ഞൊന്നും യോജിപ്പ് ഉണ്ടാവാനും പോകുന്നു, എനിക്ക് നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് കണ്ടൊന്നും തോന്നാനും പോകുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും കമൻറ്റ് ഡിലീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് അത് എനിക്ക് ചെയ്യാവുന്നുണ്ടെന്നല്ല, എൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല അതൊന്നും കണ്ടാൽ. അത് എൻ്റെ ശീലം, നല്ല തൊലിക്കടിയാണ്, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എന്ത് കണ്ടാലും എൻ്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അശ്വിൻ്റെ വീട്ടുകാരെയോ അശ്വിനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അവർക്കത് കണ്ട് മോശമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യുന്നത്. ബിക്കോസ് ഒരാൾ പറഞ്ഞാൽ അതിനെ വെച്ച് പിടിക്കാൻ വരുന്നതാണ് 50% മലയാളീസ്. നല്ലത് പറയാൻ ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നല്ല ഒരുപാട് പേരുണ്ട്. പക്ഷേ നല്ലത് വന്ന് കമൻറ്റ് ഇടാൻ മനസ്സ് കാണിക്കുന്ന ചിലവരേ ഉള്ളൂ. പക്ഷേ മോശം വന്ന് കമൻറ്റ് ചെയ്യാൻ, ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ അടുത്ത 10 ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു ന്യൂജൻ മലയാളി. വോട്ടെവർ അതുപോലുള്ള ന്യൂജൻ ഏട്ടായിരിക്കും അമ്മായിമാർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, വെഡിങ് ആണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമ്മൾ ട്രിപ്പ് പോകും, കല്യാണത്തിന് മുന്നേ ചിലപ്പോൾ പോകേണ്ട വന്നാൽ പോകും. അതിൻ്റെയൊക്കെ വ്ളോഗൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു വാച്ച്. ദിയ കൃഷ്ണ നേരത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് ഇതാക്കിയിട്ട് ഇപ്പം വേറൊരു ബോയ് ഫ്രണ്ടുമായിട്ട് അഫെയർ ആണ്. പിന്നെ അവർ ടൂർ പോയിട്ടുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ദിയ ഇപ്പോൾ എയറിൽ തന്നെയാണ്. ഓരോ വീഡിയോസ് എടുത്തു നോക്കിയാലും അറിയാൻ പറ്റും. അവർ കല്യാണത്തിന് മുമ്പ് തന്നെ ഹണിമൂൺ ട്രിപ്പൊക്കെ പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോയ്ക്ക് കമൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദിയ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾക്ക് അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അത് അവർക്ക് മോതിരിടൽ ചടങ്ങ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അപ്പോൾ അത്രയും അടുത്ത് അറിയുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ ഇങ്ങനത്തെ അറിയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇത് മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡ്രസ്സിങ്ങിലൊക്കെ അവർ കുറച്ച് ഇത് വരുത്തിയത്. അപ്പോൾ അതിനെതിരെ ഭയങ്കര ഇതായിരിക്കുകയാണ്. ഇപ്പോൾ എന്താണെങ്കിലും ദിയ അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്പ്രെഡായി പോയിട്ടിരിക്കും, വൈറസ് പോലെയാണ്. പിന്നെ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അത് പിന്നെ വൈറലാവേണ്ടതാണെങ്കിൽ അതങ്ങനെ സ്പ്രെഡായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിയ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും
സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അറ്റവും മൂലയൊക്കെ എടുത്തിട്ട് ഇട്ടതിൻ്റെ ഒരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതാണ് വന്നിരിക്കുന്നത്. പിന്നെ അവർ അങ്ങനെ പോയി ഇങ്ങനെ പോയി കല്യാണത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദിയ പറയുന്നുണ്ട് സിനിമയിൽ തന്നെ ലിവിങ് ടുഗദർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിവിങ് ടുഗദറിനോട് എന്താണ് ഇത് എന്നൊക്കെയാണ് പറയുന്നത്. ലിവിങ് ടുഗദർ ഉള്ളവർ അങ്ങനെ പോകുന്നില്ല എന്നൊക്കെയാണ് ദിയയുടെ ന്യായം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കല്യാണ പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ വീഡിയോ നമുക്ക് കുറച്ച് കണ്ടിട്ട് വരട്ടെ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ പ്രശ്നമാവട്ടെ, കയറി എന്തായാലും കയറിയാലേ പറ്റും. കയറിക്കോ, ഞാൻ വരാം. കയറി ആചാരം നല്ല മണം. അല്ലെ നമുക്കുള്ള ഇത് ബ്രാഹ്മൺ സാധനമാണെന്ന് തോന്നുന്നു, നമ്മുടെ അല്ല. മുല്ലപ്പൂ, മഞ്ഞൾ, കപ്പപ്പഴം, ഫ്രൂട്ട്സ്. അപ്പച്ചി സഫിലാൻഡി ഫുൾ ഗ്യാങ് ഒളിച്ചു നോക്കും. ഒളിച്ചൊക്കെ നോക്കുന്ന അപ്പച്ചി എവിടെ? ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവർ പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റിലൊന്നുമല്ല ഒരു കാസറോളിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചൂടാറാതിരിക്കാനായിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു പ്ലേറ്റിൽ വെക്കണമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു അവർ അക്ഷയ് ആണ് ദിയയുടെ ബോയ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ അവർ ഒരു നിശ്ചയത്തിന് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്കതൊരു അപമാനിക്കുന്നത് പോലെയാണ്. ചെറുക്കൻ വീട്ടുകാരനെ അപമാനിക്കുന്ന പോലെയാണ്. നമ്മൾ എന്താ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമല്ല, അവർ അവരുടെ ആചാരം പ്രകാരമുള്ള ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ വെറ്റില അങ്ങനെയുള്ള പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് അവരൊരു ആചാരമാണ്. അവരെന്താണെന്ന് വെച്ചാൽ തമിഴ് ബ്രാഹ്മൺസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആചാരത്തോടു കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പരിപാടി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പാലക്കാട് അല്ലെങ്കിൽ പത്തനംതിട്ട ഒക്കെ ആണെങ്കിൽ, എൻ്റെ നാട് പാലക്കാട്, പത്തനംതിട്ടയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ അവർ വരുമ്പോൾ തന്നെ നമ്മൾ 100 കൂട്ടം വിഭവങ്ങളൊക്കെ ഒരുക്കി അവർ സ്വീകരിക്കലാണ് പതിവ്. ചിലയിടത്ത് ഓരോ ഭാഗത്ത് ഓരോ ഇതാണ് ശരിയാണ്. എങ്കിൽ കൂടെ ഈ ഉഴുതുവട, പരിപ്പട അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അവർ വെജിറ്റേറിയൻസ് ആണ് എങ്കിൽ കൂടെ ഇതല്ലാതെ വേറെ രീതിയിലുള്ള കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കാമായിരുന്നു എന്നാണ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ശരി തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും ചെറുക്കൻ വീട്ടുകാരെ അപമാനിക്കുന്ന ഒരു തരത്തിലുള്ളൊരു ഇതാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ വരുന്ന അതിഥികൾക്ക് തന്നെയാണെങ്കിൽ കൂടെ നമ്മൾ എന്തെല്ലാം നമ്മൾ വിഭവങ്ങൾ ഒതുക്കുന്നത്, ഒരു ചായയും ഇങ്ങനെയുള്ളൊരിത് മാത്രം ഒതുക്കി അതിൽ ഡ്രസ്സിങ്ങിൻ്റെ ഇതിലും അവരെങ്ങനെ ആക്കി തീർത്തതിനോട് എന്തായാലും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ട്. പുറത്ത് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരി തന്നെയാണ്. നമ്മൾ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. അവർ നിസ്സാര പരിപാടിക്ക് പോലും ഭയങ്കര അണിഞ്ഞൊരുങ്ങി ഡാൻസും കൂത്തും പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഇങ്ങനൊരു ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമാണ് വരുന്നത്. അത് ശരി തന്നെയാണ്. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്ക് എന്ത് പറ്റി ഇങ്ങനെയുള്ളൊരു ഇത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയൊരു ഇത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ഓരോരുത്തർ പറയുമ്പോൾ അത് അവനവൻ്റെ ഇഷ്ടമാണ്, അവനവൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അവനവൻ്റെ ഇഷ്ടമാണ്. ശരി, അവനവൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടരുത്. അപ്പോൾ അത് അവിടെ തന്നെ ഒതുങ്ങുമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ എന്തായി, അത് മൊത്തം സ്പ്രെഡായി, എല്ലാവരും അറിഞ്ഞു. അതിന് കമൻറ്റ് വന്നു. പിന്നെ കമൻറ്റ് വന്നതിന് ശേഷം അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഇതാണ് കമൻറ്റ് ഇടുന്നവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. അത് കമൻറ്റ് പറയുന്നത് അത് അവരുടെ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.